ഇത്രയും മനോഹരമായ ഈ കേക്ക് കാണാൻ നല്ല ഭംഗി മാത്രമല്ല കേട്ടോ, ടേസ്റ്റും അപാരമാണ്. ഇതാണ് ട്രസ് ലെച്ചസ് കേക്ക്. വിദേശ രാജ്യങ്ങളിൽ പണ്ട് മുതലേ ഉള്ള ഈ കേക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്നതല്ല. കഫേകളിലൊക്കെ ഇതിന് വില അല്പം കൂടുതലാണ്. ഇന്ത്യക്കാരിയും ബ്രിട്ടീഷ് ആക്ട്രസുമായ അലിയ ഭട്ട് ലണ്ടനിലെ ലെറ്റോ കഫേയിൽ നിന്ന് ഈ കേക്ക് കഴിച്ചതിന് ശേഷം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ ഈ കേക്കിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ ഈ കേക്കാണ് ഇപ്പോൾ താരം. ഇതങ്ങ് വൈറലായിരിക്കുകയാണ്. ഇത്രയും മനോഹരവും ടേസ്റ്റിയുമായ ഈ കേക്ക് മറ്റുള്ള കേക്കുകൾ ഉണ്ടാക്കുന്നതിന്റെ പകുതി സമയം പോലും വേണ്ട എന്നുള്ളതാണ് സത്യം. ലണ്ടനിലെ ലെറ്റോ കഫേയിലെ അതേ ഒരു ടേസ്റ്റ് ഒന്നും വന്നില്ലെങ്കിലും നമുക്കും അത്യാവശ്യം നല്ല ടേസ്റ്റിലും അതേ ഒരു ലുക്കിലും ഈ കേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കഫേകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ അവരുടെ റെസിപ്പികൾക്ക് അവർക്ക് അവരുടേതായ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കാണും. അപ്പോൾ നമുക്ക് അതേ രീതിയിൽ ഒരു റെസിപ്പിയും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാലും ഇത്രയും മനോഹരമായി ഈ കേക്ക് നമുക്ക് വന്നുണ്ടാക്കണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ ഒരു ബേസായിട്ട് നമുക്കൊരു സ്പഞ്ച് കേക്ക് വേണം. മിൽക്ക് കേക്ക് ആയതുകൊണ്ട് തന്നെ വാനില ഫ്ലേവറിലാണ് സ്പഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അവനൊന്നും ഉപയോഗിക്കുന്നില്ല. പകരം ഈ ഒരു സെറ്റപ്പാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പാത്രം ഇതുപോലെ ചൂടാകാനായിട്ട് വെച്ചതിന് ശേഷം ബാറ്റർ തയ്യാറാക്കുക. ബാറ്റർ തയ്യാറാക്കിയാൽ ഉടനെ തന്നെ ബേക്ക് ചെയ്യാൻ വെക്കണം. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് ട്രേയും റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ബേക്കിംഗ് ട്രേ ഇതുപോലെയുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഉള്ള നമ്മുടെ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സുകളൊക്കെ ഉണ്ടല്ലോ, വട്ടത്തിലുള്ളത്, അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇനി ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുക്കുന്നത് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1 നുള്ളു ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും. ഇത്രയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് വേറൊരു സാധനം കൂടെ റെഡിയാക്കാനുണ്ട്. കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പഞ്ചസാര നന്നായിട്ട് ഇതേ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഈ സ്പഞ്ച് കേക്ക് മുട്ട ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 കപ്പ് തൈര് മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള തൈര് തന്നെ എടുക്കണം. നമ്മുടെ കടകളിൽ നിന്ന് സാധാരണ വാങ്ങുന്ന കവറിലെ തൈര് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയിൽ നിന്ന് 1/4 കപ്പ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാര പൊടി മാറ്റി വെക്കുക. നമുക്ക് ആവശ്യമുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നതല്ലേ എന്ന് ഓർത്തിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർക്കരുത്. പഞ്ചസാര പൊടിച്ച് തന്നെ 1/4 കപ്പ് ചേർക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് എണ്ണയാണ്. വെളിച്ചെണ്ണ ചേർക്കരുത്. അല്ലാതെ നമ്മുടെ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ അങ്ങനെയുള്ള ഏത് ഓയിൽ വേണേലും ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല ഹൈ സ്പീഡിൽ തന്നെ അടിച്ചെടുത്തോളൂ. ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇനി ഇത് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന മൈദയും ബേക്കിംഗ് പൗഡറും കോൺഫ്ലോറും എല്ലാം കൂടെയുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ, അതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ തന്നെ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയും കൊടുക്കുക. കട്ടകളില്ലാതെ നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കണം. എന്ന് വെച്ചാൽ അടിച്ച് പതച്ചെടുക്കരുത്. ഈ ഒരു രൂപത്തിൽ വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് വരണം നമ്മുടെ ബാറ്ററിന്. സാധാരണ കേക്ക് ബാറ്ററിനെക്കാട്ടിലും കുറച്ചുകൂടി കട്ടിയുണ്ട്. ഇനി ഇത് വേഗം തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി അവൻ സെറ്റപ്പും ആദ്യം തന്നെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അവൻ സെറ്റപ്പ് റെഡിയാക്കി കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ഇറക്കി വെച്ചിരിക്കുന്നത്. ബാറ്റർ അകത്തേക്ക് വെച്ചതിന് ശേഷം പാത്രം അടച്ച് ആദ്യത്തെ 3 മിനിറ്റ് മീഡിയം ഫ്ലെയിം വെക്കുക. അതിനുശേഷം 30 മിനിറ്റ് ലോ ഫ്ലെയിം വെക്കണം. അപ്പോഴേക്കും ഈ കേക്ക് നന്നായിട്ട് നമുക്ക് ബേക്കായി കിട്ടും. ആ സമയം കൊണ്ട് നമ്മുടെ മിൽക്ക് കേക്കിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 50 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം പൗഡർ ആണെങ്കിൽ ആ പാക്കറ്റിൽ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് കാണും. നന്നായിട്ട് തണുത്ത 100 ml പാലാണ് ചേർത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്നതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിയും 5-6 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കുക. വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചേറെ സമയം എടുത്താൽ ഇതുപോലെ അടിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ വെച്ച് വേഗം തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം പൗഡർ എന്നെ ചതിച്ചോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ വിപ്പിംഗ് ക്രീം റെഡിയായി വന്നിട്ടില്ല. എന്നാലും ഓക്കെയാണ്. നമുക്ക് ഏതായാലും കേക്ക് തയ്യാറാക്കി എടുക്കണമല്ലോ. നല്ല ഫ്ലഫി ആയിട്ട് വരണമായിരുന്നു. പക്ഷേ ഇത് അത്ര അങ്ങോട്ടായി വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാരണ കേക്കുകളുടെയൊക്കെ പേസ്ട്രീസ് ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് നല്ല ഫ്ലഫി ആയിട്ടല്ലേ ഇരിക്കുന്നത്. ആ ഒരു രൂപത്തിൽ വരണം. ഇതങ്ങനെ ആയിട്ടില്ല. കണ്ടില്ലേ, കുറച്ചൊരു ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത്. രണ്ടായാലും ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. കുറഞ്ഞതൊരു 30 മിനിറ്റേലും ഫ്രിഡ്ജിൽ വെക്കുക. ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് നമ്മുടെ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. വെന്തോന്നറിയാനായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. കണ്ടില്ലേ, എങ്ങും ഒന്നും പറ്റിപ്പിടിച്ചിരിപ്പില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മുടെ സ്പെഷ്യൽ കേക്കായ ട്രസ് ലെച്ചസ് കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്.
ഇനി ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ട്രസ്ലെച്ചസ് കേക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അതുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് തന്നെ അമുലിൻ്റെ തന്നെ വേണമെന്നില്ല, ഏതായാലും മതി. 1 കപ്പ് ഫ്രഷ് ക്രീം എടുക്കുക. അതിലേക്ക് 1 കപ്പ് പാൽ കൂടി ചേർക്കുക. തണുത്ത പാൽ വേണം ചേർക്കാൻ, തിളപ്പിച്ച പാൽ ഒഴിക്കരുത്. മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്തിരിക്കുന്നത്. 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. നന്നായിട്ട് അടിച്ച് പതച്ച് ഇതുപോലെയാക്കി ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കുക. നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുത്ത് ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഇതിൻ്റെ അകത്തത്തെ നന്നായിട്ട് മൊരിഞ്ഞ് സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് കളർ മാറിയിരിപ്പില്ലേ, അവിടെയൊക്കെ ഒന്ന് ചെത്തിക്കളയണം. കാരണം നമ്മുടെ മിൽക്ക് കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നല്ല വൈറ്റ് കളറിലാണ് ഇതിരിക്കേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊരിഞ്ഞ് വന്ന ഭാഗമൊക്കെ ഒന്ന് ചെത്തി മാറ്റി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതാണ് ചെത്തിക്കളയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് കഴിച്ചതിന് ശേഷം നമുക്കിനി ബാക്കിയൊക്കെ ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. നമ്മുടെ കേക്കിനെ ചെത്തി മിനുക്കി കുട്ടപ്പനാക്കി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ചു. ഒരു ഫോർക്ക് വെച്ച് കാണുന്ന പോലെ കുറേയേറെ കുത്തുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു മടിയും വിചാരിക്കേണ്ട, കുറേയേറെ കുത്തുകൾ ഇടുക. ഇനി ഫ്രഷ് ക്രീം വെച്ചൊരു മിൽക്ക് റെഡിയാക്കി തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ കാണുന്ന പോലെ കുറച്ചൊന്നുമല്ല, ഇച്ചിരി ഏറെ തന്നെ മുകളിലും സൈഡിലും ഒക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് സോക്കായി കിട്ടണം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു മിൽക്ക് കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേയേറെ ഒഴിച്ചോളൂ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് 30 മിനിറ്റ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ബാക്കി വന്ന മിൽക്ക് ഒരു ടിന്നിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. നമുക്ക് ആവശ്യമുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്പഞ്ച് ഇവിടെ നന്നായി സോക്കായി വന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമാണ് ചേർക്കേണ്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ വിപ്പിംഗ് ക്രീം എന്നെ ചതിച്ചു എന്നുള്ളത്. ഇങ്ങനെയല്ല ശരിക്കും ഇത് വരേണ്ടത്, കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ട് വരണം. ഇതിപ്പോൾ ഇച്ചിരി ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല തരക്കേടില്ലാത്ത രൂപത്തിൽ തന്നെ ഇത് വരുന്നുണ്ട്. സ്പഞ്ച് നന്നായി കവറായി വരുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഇപ്പോൾ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടാണ് തണുക്കാനായിട്ട് വെക്കുന്നത്. കാരണം മറ്റുള്ള കേക്കുകൾ കട്ട് ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. മിൽക്കൊക്കെ ഒഴിച്ച് നന്നായിട്ട് സോക്കായിരിക്കുന്നതല്ലേ. ഞാനിപ്പോൾ ഇത് 8 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അത്യാവശ്യം നന്നായിട്ട് നല്ല ഡീപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളുണ്ട്, ഇതിൻ്റെ അട്രാക്ഷന്. അതിനായിട്ട് ശരിക്കും വേണ്ടുന്നത് ബ്ലൂബെറിയാണ്. എനിക്കിപ്പോൾ ബ്ലൂബെറി ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ സാധാരണ കുരുവില്ലാത്ത കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അത് നല്ല ഉരുണ്ട കറുത്ത മുന്തിരി നോക്കിയെടുത്ത് ഞാൻ ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. ഇതങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതിന് ഏറ്റവും നല്ല ലുക്ക് കൊടുക്കുന്നത് ഇതാണ് സ്ട്രോബെറി എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഇലകളൊക്കെ അതിൻ്റെ അറ്റത്ത് വരുമല്ലോ, അതും കൂടെ ചേർത്ത് തന്നെ എടുത്തോളൂ. കഴുകി വൃത്തിയാക്കി വെള്ളമയം ഇല്ലാതെ എടുത്ത് ഇതുപോലെ പിളർന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് വീണ്ടും കുറഞ്ഞതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടുന്നത്. ഇത് കഴിക്കുന്നതിനും ചില പ്രത്യേക രീതിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ വരയൊക്കെ ഇട്ടത് കട്ട് ചെയ്തായിരുന്നല്ലോ വെച്ചിരുന്നത്, അതേ ഭാഗത്തൂടെ തന്നെ വളരെ ശ്രദ്ധയായിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. നന്നായി സോക്കായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞു പോകും. ശ്രദ്ധിച്ച് ഇതെടുത്ത് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് വെക്കുക. ഇനി ഫ്രഷ് ക്രീം വെച്ചൊരു മിൽക്ക് റെഡിയാക്കിയത് ബാക്കി വന്നത് ടിന്നിലൊഴിച്ച് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിതിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത്. അത് ഇതുപോലെ സൈഡിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ വെച്ച് നമ്മുടെ കേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഈ മിൽക്കിലേക്ക് മുക്കി വേണം കഴിക്കാനായിട്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോഴേ പറ്റിയാൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള ഈ ഒരു കേക്ക് അധികം ചിലവൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്കും തയ്യാറാക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ലണ്ടനിലെ ലെറ്റോ കഫേയിൽ നിന്ന് ഇത് കഴിച്ചിട്ട് അലിയ ഭട്ട് ഇതിനെ ഇത്രയും പോയിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആ ഒരു കഫേയിലെ അതേ ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല എങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. വളരെ കുറച്ച് മാത്രമാണ് ഞാനിതിൽ മധുരമൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം മധുരം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ലിൻഡ വർഗീസ്.